നിങ്ങളുടെ സമ്പാദ്യം അതെത്രയുമാകട്ടെ ലാഡറിൽ നിക്ഷേപിക്കൂ. ലാഡർ നിർമ്മാണ മേഖലയിലെ സഹകരണ സ്പർശം. നിങ്ങളുടെ ജീവിത സമ്പാദ്യം അതെത്രയുമാകട്ടെ ലാഡറിൽ നിക്ഷേപിക്കൂ. നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ പരിരക്ഷയും ജീവിതത്തിന്റെ സുരക്ഷയും ഇപ്പോൾ ലാഡറിലൂടെ. ഒപ്പം ഈ നാടിന്റെ വികസനത്തിലും പങ്കാളിയാകും. അമ്പലപ്പാറ മുരുക്കുംപറ്റ റോഡ് നവീകരണം വിദ്യാർത്ഥികളെ അടക്കം ബുദ്ധിമുട്ടിലാഴ്ത്തുന്നതായി പരാതി. അമ്പലപ്പാറ മുരുക്കുംപറ്റ റോഡ് നവീകരണം വിദ്യാർത്ഥികളെ അടക്കം ബുദ്ധിമുട്ടിലാഴ്ത്തുന്നതായി പരാതി. വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് റോഡിലൂടെ ഗതാഗതം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി ഉയർന്നത്. ഓഫീസ് സമയമായ 8 മണി മുതൽ 9 മണി വരെ റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനു പുറമെ വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന സമയത്ത് കെമിക്കൽ അടിച്ചതാണ് പരാതിക്ക് കാരണം. PWDയിൽ പരാതി പറഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. കൈയൊഴിഞ്ഞതായി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി പറഞ്ഞു. അമ്പലപ്പാറ 4 ദിവസം മുമ്പ് ഭയങ്കരമായ ബ്ലോക്കുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡ് മൊത്തം, അതായത് മുരുക്കുംപറ്റയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ഭാഗത്ത് റോഡ് മൊത്തം കെമിക്കൽ അടിച്ച് കുട്ടികൾ ആ കെമിക്കലിൽ കൂടെ തന്നെ നടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കൃത്യം 9 മണിക്ക് ടിപ്പറുകൾ റോഡിൽ കൂടെ നിർത്തിയിടേണ്ട ആ ഒരു സമയത്ത് കൃത്യമായി മുരുക്കുംപറ്റയിൽ ബ്ലോക്ക് ഉണ്ടാകും. ഒട്ടനവധി ടിപ്പറുകളും വാഹനങ്ങളും ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും 60-ലധികം സ്കൂൾ വാഹനങ്ങളാണ് മുരുക്കുംപറ്റ സെൻട്രൽ കൂടെ കടന്നു പോകുന്നത്. ആ സമയത്ത് റോഡ് പണി നടക്കുന്നതിൻ്റെ വലിയ ബുദ്ധിമുട്ട് ഇന്നത്തെ ഇവിടുത്തെ ജനങ്ങളും വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ആളുകളും നാട്ടുകാരും അനുഭവിച്ച് ഇരിക്കുന്നു. കൃത്യമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഇല്ലാത്തതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്.